കുട്ടികളുടെ ബ്രെയിൻ പവർ അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ മെമ്മറി പവർ ഒക്കെ കൂടാൻ വേണ്ടിയുള്ള ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. നമ്മൾ ഇന്ന് ഒരു 6 ടെക്നിക്സ് ആണ്, പ്രത്യേകിച്ച് പ്രധാനമായിട്ട് എക്സസൈസുകൾ, ബ്രെയിൻ എക്സസൈസുകൾ നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധിയുടെ ബ്രെയിൻ പവർ കൂട്ടാൻ വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിത്യജീവിതത്തിലും നമ്മുടെ ക്ലാസ്സിന്റെ കൂടെയും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 6 എക്സസൈസുകളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന റൂമിലൊക്കെ ഈ പറഞ്ഞ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ നമ്മുടെ ബ്രെയിൻ പവർ കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒന്നാമതായിട്ട് ഞാനിവിടെ ഓൾറെഡി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്ക്രീനിൽ കാണിക്കുന്ന ഞാൻ ഓൾറെഡി കുറച്ച് ലെറ്റേഴ്സ് എഴുതിയായിട്ടും കാണാൻ പറ്റും. യെല്ലോ, ബ്ലാക്ക്, റെഡ്, ഗ്രീന്, ഈ പേരുകളൊക്കെ, ബ്ലൂ, റെഡ്, യെല്ലോ, ഇങ്ങനെ ഇത് ഞാൻ ഓരോ ഇതും എഴുതിയിരിക്കുന്നത് ഓരോ കളറിലാണ്. അപ്പൊ ഈ ഫസ്റ്റത്തെ യെല്ലോ എന്ന് എഴുതിയത് നിങ്ങൾ ആ യെല്ലോ അല്ല വായിക്കേണ്ട, പകരം അതിന്റെ കളർ വായിക്കാം. ബ്ലൂ കളർ വായിക്കാം. രണ്ടാമത്തത് ബ്ലാക്ക് എന്ന് എഴുതിയിരിക്കുന്നത് ഗ്രീൻ കളറിലാണ്, അപ്പൊ അത് ഗ്രീനാ വായിക്കേണ്ടത്. മൂന്നാമത്തത് അപ്പം ബ്ലാക്ക്, നാലാമത്തെ റെഡ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ 1 2 3 4 5 എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ആ എഴുതിയത് വായിക്കാതെ അതിന്റെ കളർ മാത്രം വായിച്ചു പോവാ. ഇത് നിങ്ങളുടെ റൂമിലേക്ക് ഒന്ന് പ്രിന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ പവർ കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ സ്ക്രീനിൽ കാണുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു 15 വരെ എണ്ണം, നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഉദാഹരണമായിട്ട് 1 എന്ന് പറയുമ്പോൾ ബ്ലൂ എന്നാണ് നിങ്ങൾ വായിക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്പർ പറയാൻ, നിങ്ങൾ ഒന്ന് വായിച്ചു നോക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ ഇത് എവിടെയെങ്കിലും തെറ്റാണെങ്കിൽ വീണ്ടും ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനത്തെ നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളർ കോഡ് എഴുത്ത് വായിക്കാൻ ശ്രമിക്കും ബ്രെയിൻ. അതേസമയത്ത് നമ്മൾ മറ്റൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, കളറാണ് വായിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ബ്രെയിൻ എന്ത് ചെയ്യാണ്, നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതനുസരിച്ച് ബ്രെയിൻ പ്രവർത്തിക്കുകയാണ്. അത് നമ്മുടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഓർമ്മശക്തി ബുദ്ധിയൊക്കെ കൂടാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ ആണല്ലോ? അതൊരു നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന റൂമിലൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. ഇടയ്ക്ക് രാവിലെ മോർണിംഗ് എണീറ്റിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ചെയ്ത് നോക്കുക. സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടല്ല ഇതിന്റെ റിസൾട്ട് കാണാം, ഗ്രാജുവലി ഇതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നതാണ്. രണ്ടാമതെന്ന് പറയുന്നത്, ഒരേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വിരലിന്റെ തള്ളവിരലും ഒരു ചെറിയ വിരലും എടുക്കാം. ഓക്കെ, ഇത് കയ്യിൽ ഇങ്ങനെ ഇടയ്ക്ക് ക്ലാസ് എന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. ഞാൻ ഷിഫ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഈ തള്ളവിരൽ ദ്വൈഭാഗിന് എന്ത് ചെയ്യുക, മറ്റേ 2 വിരലിന്റെയും അതേപോലെ ചെറുവിരലും തള്ളവിരലും എടുത്ത് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ മാറ്റാം. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഷിഫ്റ്റ്, ഇതിങ്ങനെ നിരന്തരം ചെയ്തു നോക്കുക. എത്ര വരെ തെറ്റാ ചെയ്യാൻ പറ്റും, എത്ര തെറ്റിയാ വീണ്ടും അതുവരെ. അത് നിങ്ങൾ 2 പേരും കൂടിയൊക്കെ ചെയ്യാം. ഷിഫ്റ്റ് അടിച്ച് ഇങ്ങനെ മാറി മാറി ചെയ്ത് 100 വരെയൊക്കെ തെറ്റാ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ പവർ കൂടി വരുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് തെറ്റും, അല്ലെങ്കിൽ 2 വിരലോ അല്ലെങ്കിൽ ഒരുമിച്ച് 3 വിരലൊക്കെ വരും. അങ്ങനെ കഴിഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടുന്ന ഒരു സംഗതിയാണ്. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കുറച്ച് സംഖ്യകൾ കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റും. ഇതിന്റെ സെന്ററിലുള്ള സംഖ്യ 19 ആണ്, റൗണ്ട് ഇട്ടിട്ടുണ്ട്. ആ 19 മാത്രം നോക്കി നിൽക്കുക. ഇപ്പൊ ഓക്കെ, 19 നോക്കി നിൽക്കുക. ഞാൻ സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1 മുതൽ എണ്ണണം. അപ്പൊ 1 കണ്ടാലേ 1 എണ്ണാൻ പറ്റുള്ളൂ. 1 കണ്ടാ 1 എണ്ണ, 2 കണ്ടാ 2, 3 4 5 അങ്ങനെ 25 വരെ നിങ്ങൾ എണ്ണാം. ഓക്കെ, അപ്പൊ തെറ്റാ എത്ര സമയം കൊണ്ട്, അപ്പൊ സെക്കൻഡ് വേണമെങ്കിൽ ടൈമർ വെച്ച് കൊടുക്കാം. എത്ര സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് 25 വരെ എണ്ണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ 1 2 3 4 5 വെറുതെ എണ്ണല്ല. 1 കണ്ടാൽ 1 എണ്ണ, 2 കണ്ടാൽ 2, 3 കണ്ടാൽ 3 എണ്ണ, അങ്ങനെ എണ്ണി 25 വരെ എണ്ണി നോക്കുക. എത്ര സെക്കൻഡ് കൊണ്ട്, അത് കുറച്ച് കൊണ്ടുവരും സെക്കൻഡ്. ഓക്കെ, അത് നമ്മുടെ ബ്രെയിൻ പവർ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു എക്സസൈസ് ആണ്. നാലാമത്തെ പറയുന്നത് 2 പേന എടുക്കുക ഒരുമിച്ച്. 2 പേന 2 കയ്യിലായിട്ട് എടുക്കാം. 2 കയ്യിലായിട്ട് എടുത്ത് ഒരു പേപ്പർ എടുക്കുക. ഒരു പേപ്പറിൽ 2 കൈ കൊണ്ടും വൃത്തം വെറുതെ വരച്ചു നോക്കാം. അത് ജസ്റ്റ് എക്സസൈസ്, പ്രധാനപ്പെട്ട എക്സസൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വൃത്തം വരയ്ക്കുക. 2 കൈ കൊണ്ട് ഒരു വൃത്തം വരച്ചാൽ വരക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത ചെയ്യേണ്ട എക്സസൈസിലേക്ക് വരികയാണെങ്കിൽ, ഒരു കൈ കൊണ്ട് വൃത്തം വരയ്ക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ചതുരം വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ത്രികോണം വരയ്ക്കും, മറ്റൊരു കൈ കൊണ്ട് ചതുരം വരയ്ക്കാം. ഇങ്ങനെ 2 കൈ കൊണ്ട് 2 വർക്കുകൾ ഒരേ സമയത്ത് ചെയ്തു നോക്കുക. അത് നമ്മുടെ ബ്രെയിനിന്റെ എന്ത് ചെയ്യും, വർക്ക് കൂട്ടാൻ വേണ്ടി, ബ്രെയിനെ കൂടുതൽ ചിന്തിപ്പിക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അത് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ബ്രെയിൻ പവർ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. 2 പേന എടുത്ത് 2 കൈ കൊണ്ട് 2 കാര്യങ്ങൾ ചെയ്യാം. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളുടെ ബ്രെയിൻ പവർ കൂടാൻ വേണ്ടി. നാലാമതായിട്ട് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കൈയിൽ നിന്ന് മാറ്റിയിട്ട് മറ്റേ കൈ കൊണ്ട് ചെയ്യാം. സ്ഥിരമായിട്ട് വലത്തെ കൈ കൊണ്ട് എഴുതാണെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇടത്തെ കൈ കൊണ്ട് എഴുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ വലത്തെ കൈ കൊണ്ട് നിങ്ങൾ ഉദാഹരണമായിട്ട് ഇപ്പം അടിച്ചു വരികയാണെങ്കിൽ, വലത്തെ കൈ കൊണ്ട് അടിച്ചു വരികയാണെങ്കിൽ കുറച്ച് ദിവസം ഇടത്തെ കൈ കൊണ്ട് അടിച്ചു വരിക. വലത്തെ കൈ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ ഇടത്തെ കൈ കൊണ്ട് ചെയ്തു നോക്കുക. സ്ഥിരമായിട്ട് വലത്തെ കൈ സെറ്റ് ആയിട്ടുണ്ടാവും.
ഇപ്പൊ വെള്ളം മുക്കുകയാണെങ്കിൽ വലത്തെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ അത് ഇടത്തെ കൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ മുന്നോട്ട് ഇടയ്ക്ക് നടക്കുമ്പോൾ ഇടയ്ക്ക് പിന്നോട്ട് നടന്നു നോക്കുക. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് കേട്ടോ. അത് നമ്മുടെ ബ്രെയിൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം മാറ്റിയിട്ട് എന്ത് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് 5ാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത്. 6ാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് എക്സസൈസുകളാണ്. ബ്രെയിൻ എക്സസൈസുകൾ ഓൾറെഡി വേറെ തന്നെ പറയുന്നുണ്ട്. ചില കൈകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. അതിൽ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം കേട്ടോ, കാണുന്നുണ്ടല്ലോ, കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പിന്നെ ഇങ്ങനെ കൊണ്ടുവരിക. ഇത് സ്പീഡിൽ ചെയ്യാം. ഇത് സ്പീഡിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് നോക്കിയാൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒരു എക്സസൈസ്. മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് 2 വെള്ളം ഉണ്ടോ, 2 ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പിടിക്കാം. ഇതിങ്ങനെ മാറ്റി വെക്കാം. ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ പവർ, കോൺസെൻട്രേഷൻ ഒക്കെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ തെറ്റും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള എക്സസൈസുകൾ ഉണ്ട്. പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടോ ഒരു ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രെയിൻ പവർ, പല കാര്യങ്ങളും, ബ്രെയിനിന്റെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, എക്സസൈസുകളൊക്കെ നിങ്ങൾ പഠനത്തിന്റെ കൂടെ മോർണിംഗ്, രാത്രി ഇങ്ങനെ ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഇടയ്ക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ കൈ ഇങ്ങനെ കടിക്കില്ല, അങ്ങനെ സമയത്ത് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ മാറ്റി ഇങ്ങനെ ചെയ്ത് നോക്കാം. വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ അടിക്കില്ല, വെറുതെ ഇരിക്കുമ്പോൾ. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബ്രെയിൻ പവർ കൂടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ബ്രെയിൻ പവർ കൂടാനുള്ള മറ്റൊരു ഭക്ഷണങ്ങളും സാധനങ്ങൾ കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ ബ്രെയിൻ പവർ, ഓർമ്മശക്തി കൂടാൻ വേണ്ടി നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ബ്രെയിൻ പവർ കൂടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഉടൻ കാണാം. അതുവരേക്കും ബൈ.